എല്ലാവർക്കും തേമ്പ്ര ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു റോസ്മേരിയുടെ റീപോട്ടിങ്ങുമായിട്ടാണ്. ഞാൻ റോസ്മേരി ആയാലും ഏത് ചെടിയായാലും അവർ നമുക്ക് തരുന്ന ആ ഒരു മണ്ണിൽ പിടിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പോൾ അതുകൊണ്ട് ഏത് ചെടിയായാലും ഞാൻ ആ മണ്ണ് മാറ്റിയ ശേഷമേ ഞാൻ വളർത്താറുള്ളൂ. 10 നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോഴത്തേക്കും 8 ഉറപ്പായിട്ടും പിടിച്ചു കിട്ടും. അങ്ങനെയാണ് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ റോസ്മേരി ആ കട്ടിയുള്ള മണ്ണിൽ നിന്നിട്ട് വലിയൊരു വളർച്ചയൊന്നും കാണിക്കുന്നില്ല. ആദ്യത്തെ കുറച്ചു കാലത്തെ വളർച്ച കഴിഞ്ഞാൽ അത് വളരാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആ മണ്ണിന് വായു സഞ്ചാരം തീരെയില്ല, ഭയങ്കര ഉറപ്പാണത്. നനഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണെങ്കിലും ഒരു ദിവസമെങ്കിലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കട്ടിയാവുന്ന മണ്ണാണ്. അപ്പം നമ്മൾ അതിൻ്റെ വേര് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ആ മണ്ണിന് ചുറ്റുമായിട്ട് പുറത്തായിട്ടാണ് വേരുകൾ മുഴുവൻ വന്നിരിക്കുന്നത്, മണ്ണിനുള്ളിലല്ല. മണ്ണിനുള്ളിൽ പോകാത്തതിൻ്റെ കാരണം ഒന്ന്, അതിന് ചെടിക്ക് വേണ്ടുന്ന പോഷകങ്ങളൊന്നും തന്നെ ആ മണ്ണിനകത്തില്ല. ചുവന്ന മണ്ണ്, നമ്മളെല്ലാവരും പറയും ചുവന്ന മണ്ണ് നല്ല മണ്ണെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ചുവന്ന മണ്ണ് നല്ല മണ്ണല്ല. അതിനകത്ത് ധാതുക്കൾ വളരെ കുറവാണ്. പ്രൊഡ്യൂസേഴ്സ്, അതായത് ഈ ചെടികൾ നഴ്സറിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആൾക്കാർ ഇത്തരം മണ്ണിൽ തന്നെയാണ് നട്ട് വളർത്തിയിട്ട് നിരന്തരം കെമിക്കൽ വളങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് പുറമേക്ക് അത് വെള്ളം വീഴുമ്പോൾ ഒഴുകി പരക്കുന്ന ആ ഒരു വഴിയിൽ തന്നെ ഈ ചെടികളുടെ എല്ലാം വേരുകൾ വരുന്നത്. അതിനിപ്പം റോസ്മേരി ആയാലും റോസ് ആയാലും നമ്മൾ വാങ്ങിക്കുന്ന ഏത് ചെടിയായാലും നമ്മൾ കവർ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ മണ്ണിനുള്ളിലൂടെ വേരോടിയിരിക്കുന്നത് വളരെ അപൂർവമാണ്. എപ്പോഴും അത് ആ കവറിനോട് ചേർന്ന് മണ്ണിന് പുറത്തായിരിക്കും. ഇനി എന്താ ഞാൻ ഇങ്ങനെ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ, ഈ ഒരു റോസ് ഞാൻ 6-7 കൊല്ലം വളർത്തിയ ഒരു മിനിയേച്ചർ റോസാണ്. അത് ഞാൻ പോട്ട് ചെയ്ത സമയത്ത് അത് വന്ന മണ്ണ് ഞാൻ മാറ്റിയിട്ടില്ല. നോക്കൂ, ഇപ്പം ഈ വർഷത്തെ മഴക്കാലത്ത് ഉണങ്ങിപ്പോവുകയും ചെയ്തത്. അപ്പോൾ ഉണങ്ങിയപ്പോൾ റീപോർട്ട് ചെയ്യാൻ എടുത്ത സമയത്താണ് ഞാൻ കണ്ടത്, അന്ന് ഞാൻ വെച്ച ആ മണ്ണ് അങ്ങനെ ഇരിക്കുകയാണ്, അത് പൊട്ടിപ്പോയിട്ടില്ല. കണ്ടോ എന്തുറപ്പാണെന്നുള്ളത്. ഞെക്കി നോക്കിയിട്ടൊന്നും അത് അനങ്ങുന്ന പോലുമില്ല, കരിങ്കല്ല് പോലെ ഉറച്ചിരിക്കുക. അപ്പം അത്രയും ഉറപ്പുള്ളൊരു മണ്ണിനകത്തൂടെ എങ്ങനെയാണ് ഒരു വേര് കടന്നു പോകുന്നത്? അതുകൊണ്ടാണ് അതിൻ്റെ വളർച്ച മുരടിച്ച് ഇത്രയും കാലവും അത് നിന്നത്. കണ്ട, അതിൽ തട്ടി നോക്കിയിട്ടൊന്നും അത് വരുന്നതേയില്ല. എത്ര തട്ടിയാലും അത് പൊട്ടിപ്പോകുന്നില്ല, കല്ല് പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ ആ ചെടിയുടെ കഷ്ടപ്പാട്. അതിൻ്റെ പുറത്തുകൂടെ വന്ന ആ വേരുകളിലൂടെ മാത്രമേ ആ ചെടിക്ക് വളമെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. മഴക്കാലത്ത് ഉണങ്ങിപ്പോകാനുണ്ടായ ഒരു കാരണം അതിൽ വെള്ളം കെട്ടി നിന്നു എന്നുള്ളതാണെന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന ചെടികളുടെ മണ്ണ് നീക്കം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും വേറൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചാലും മണ്ണ് നീക്കം ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ കുറച്ച് നേരം നമ്മളിതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ടിട്ട് അതിനെ കഴുകിയെടുത്താൽ മതി. അല്ലാതെ ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് മണ്ണ് നീക്കം ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ വേരുകൾ പൊട്ടിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതിനെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നല്ല ശക്തിയായിട്ട് വെള്ളം വീഴുന്നതിൽ കഴുകിയെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ വേരുകളൊന്നും പൊട്ടിപ്പോവാതെ നമുക്കെല്ലാം കിട്ടും. കണ്ടോ, അത് കൂടുപോലെ ഇരിക്കുന്നത്. അകത്തുണ്ടായിരുന്ന മണ്ണ് പോയപ്പോൾ ആ മണ്ണിന് ചുറ്റുമായിട്ടുണ്ടായിരുന്ന വേരുകൾ ഒരു കവറിങ് പോലെ ഇരിക്കുകയാണ്. അത് ഉണങ്ങിപ്പോയ വേരുകളാണ് ഈ കാണുന്ന വെളുത്ത വേരുകൾ. അതെല്ലാം നമ്മൾ നീക്കം ചെയ്യണം. മൊത്തം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പഴയ മണ്ണോ ഒന്നും അതിനകത്തില്ല. അത് കുതിക്കാനിട്ടിരുന്ന വെള്ളത്തിൽ ഞാൻ ഫംഗിസൈഡ് ചേർത്തിരുന്നു. ഇനിയിപ്പം മണ്ണിൽ നിറച്ച് പെർലൈറ്റാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. റോസ്മേരി എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒരു ചെടിയാണ്. അപ്പം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അതിനത്ര നല്ലതല്ല.
അതിന് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള കാലാവസ്ഥയാണ് വേണ്ടുന്നത്. അപ്പം നമ്മൾ അതിനുള്ള സോയിൽ മിക്സ് തയ്യാറാക്കുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ സോയിൽ മിക്സിനകത്ത് വളം മാത്രം പോരാ, വായു സഞ്ചാരത്തിനുള്ള കാര്യങ്ങളൂടെ ചേർക്കണം. നമുക്ക് വേണമെങ്കിൽ കൊക്കോപീറ്റ് ചേർക്കാം, പക്ഷേ മഴക്കാലത്ത് ഈ കൊക്കോപീറ്റ് പണി തരും. അത് ഈർപ്പം പിടിച്ചു വയ്ക്കും എന്നുള്ളതുകൊണ്ട് ഒരു പരിധി കൂടുതൽ നമുക്കതിന് കൊക്കോപീറ്റ് ചേർക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് പെർലൈറ്റ് കൊടുത്തത്. പെർലൈറ്റ് ആകുമ്പോഴത്തേക്കും പോട്ടിംഗ് മിക്സിന് വെയിറ്റ് കുറവായിരിക്കും, വായു സഞ്ചാരം കൂടുതലായിരിക്കും, വേഗം വെള്ളം ഒഴിച്ചാലും അത് വാർന്നു പോവും, ഈർപ്പം നിൽക്കുകയില്ല. അപ്പം ഇത് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മണ്ണിനകത്ത് പെർലൈറ്റ് ചേർത്തെടുത്തതാണ്. ഞാൻ എപ്പോഴും പഴയ മണ്ണാണ് ഉപയോഗിക്കുന്നത്. മണ്ണെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അരിച്ചെടുക്കണം എന്നൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലായിട്ട്. അപ്പം അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അങ്ങനെ ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പഴകിയ മണ്ണിൽ നിന്നാണ് മണ്ണിൻ്റെ കൂടെയാണ് ഞാൻ പെർലൈറ്റും ചേർത്ത് ഇതിപ്പം നിറച്ചിരിക്കുന്നത്. കണ്ടോ വേരുകളൊക്കെ? അതിനെ അകത്തി വെക്കണം. വേരെല്ലാം കൂടെ ചുരുട്ടി കൂട്ടി നമ്മൾ വെക്കരുത്. ഏത് ചെടിയായാലും നമ്മൾ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് ആ വേരൊന്ന് വിടർത്തി വെക്കണം, മടക്കി ഒടിച്ച് വെക്കാതെ. അതുപോലെ തന്നെ നമ്മൾ മണ്ണിട്ടത് നിറച്ച ശേഷം വിരൽ വെച്ച് കുത്തിത്താക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പടപടേന്ന് ആ വേരുകളെല്ലാം പൊട്ടിപ്പോവും, വേരുകൾക്ക് ക്ഷതം സംഭവിക്കും. അതുകൊണ്ട് നമ്മളല്ലാതെ കുറേശ്ശെ മണ്ണിട്ട് തട്ടി 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 കുലുക്കി അതിനെ സെറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യേണ്ടത്. അപ്പം ഞാനത് ചട്ടി മുഴുവൻ നിറച്ച് കഴിഞ്ഞു. ഇനി അതിനെ വെയിൽ വീഴുന്ന സ്ഥലത്തേക്ക് തന്നെയാണ് മാറ്റുന്നത്. ഞാൻ പുതിയ ചെടികളൊക്കെ വെക്കുന്ന സ്ഥലമാണത്. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നോക്കണം, വെള്ളം വാർന്നു പോകുന്നുണ്ടോ, കെട്ടി നിൽക്കുന്നുണ്ടോ, പോട്ടിംഗ് മിക്സ് കറക്റ്റായോ. പോട്ടിംഗ് മിക്സ് കറക്റ്റ് ആണെങ്കിൽ വെള്ളം ഒഴിക്കുമ്പം തന്നെ അത് വാർന്നു പോകും. വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെറുതായി ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വേരിൻ്റെ ഇടയിലെ ഗ്യാപ്പിലെല്ലാം അപ്പം തന്നെ മണ്ണ് നിറഞ്ഞോളും. പിന്നീട് ആ ചെടി മറിഞ്ഞു വീഴുകയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരികയോ ഒന്നും ചെയ്യത്തില്ല. അപ്പം ഇങ്ങനെയാണ് ഞാൻ ചെടികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റോസ്മേരിയുടെ റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഇടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.